ഇന്ന് അതാണ്ട് ഇത്രയും വലിയ ചെമ്മീൻ കിട്ടിയേ. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെമ്മീൻ ബിരിയാണി വെക്കാവുന്നേ. അപ്പം അതിന് ചെമ്മീൻ ബിരിയാണിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കിലോളം ഉണ്ട് ഈ ചെമ്മീൻ, കാരണം വലുതല്ലേ. ഇനി നമുക്കിതൊന്ന് ആദ്യം ഒന്ന് പുരട്ടി വെക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് പുരട്ടി ഒരു 15 മിനിറ്റ് ഒന്ന് വെക്കണം. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ ബിരിയാണിക്ക്. ഇത് വെച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ചെമ്മീൻ ബിരിയാണി എന്ന ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ചെമ്മീൻ കിട്ടിയായിരുന്നു, അപ്പം ചെറുതാണ് കിട്ടിയത്. ഇപ്പം ഇച്ചിരി വലുത് കിട്ടി. ഞാൻ വിചാരിച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയൊക്കെ ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട്. എല്ലാം പുരണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് ഞാൻ ബസ്മതി റൈസ്, എനിക്ക് ജീര റൈസ് കിട്ടിയില്ല, ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബസ്മതി റൈസ് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് തന്നെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ നെയ്യും എണ്ണയും കൂടാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചു. എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കറുവാപ്പട്ട ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, ഏലക്ക ഉണ്ട്, ഒരു 2-3 കുരുമുളകുണ്ട്, പിന്നെ ഒരു ജാതിപത്രി ഒരു ചെറിയ ഒരു പീസ് അതുമുണ്ട്. ഇതെല്ലാം കൂടെ ഇതിലേക്കിട്ട് നമുക്ക് അരിയും കൂടെ ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തു. ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് വേവിക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് അരിയായിട്ടത് അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ഉപ്പൂടെ ഇടണം. ഇതൊന്ന് പകുതി വെന്താൽ മതി. പിന്നെ നമ്മൾ ഈ ചെമ്മീൻ ഇട്ടിട്ട് നമ്മളൊന്ന് ദം ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ ഒക്കെ ഒന്ന് വെന്തോളൂ. ഒരു പകുതി വേവ് മതി. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ചെമ്മീനെടുത്ത് നമുക്കതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു ഷാലോ ഫ്രൈ ആയാൽ മതിയേ. പിന്നെ നമ്മളിത് ദം ചെയ്യുമ്പോൾ പിന്നെയും വേവുമൊക്കെ ചെയ്യുമല്ലോ. ഒരുപാട് മുട്ട് പോകണ്ട. ചെമ്മീന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ ഒരു 3 സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ചതച്ചത്, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പം നമുക്ക് ആദ്യം സവാള ഒന്ന് വഴറ്റാം. ഇത് ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ട് നമുക്ക് അടുത്തൊക്കെ ഓരോന്ന് ചേർക്കാം.
സവാള ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചതാണ് ഇതിലേക്കിടാം. നന്നായിട്ടങ്ങ് വഴറ്റിയതിന് ശേഷം നമുക്കൊരു തക്കാളി ഇടണം. നന്നായിട്ട് എല്ലാം വാടിയിട്ടുണ്ട്. ഇനി തക്കാളി, ഉപ്പ് നോക്കണം. ഞാൻ സവാള വഴറ്റാനിട്ടപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. അത് വീഡിയോ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം കൂടെ പിന്നെ നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇട്ടോണം. സവാള ഒന്ന് വാടി വരട്ടെ. ഇവിടെ വാടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടതൊക്കെ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ശകലം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വേവിക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. നമുക്ക് ഇതിനകത്ത് ഇടുമ്പോൾ ഒരു ഗ്രേവിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, പുതിനയില ഇത് രണ്ടും കൂടാണ്. ഇത് മല്ലിയില എനിക്ക് വളരെ കുറവായിരുന്നു, പുതിനയില എനിക്ക് വളരെ കുറവായിരുന്നേ. വാങ്ങിച്ചോണ്ട് വന്നു ഹരിയേട്ടൻ. പക്ഷെ മൊത്തം കമ്പ് മാത്രമേ ഉള്ളായിരുന്നു. അറ്റത്തെങ്ങാണ്ട് ഒരു ശകലം ഇലയുണ്ടായിരുന്നു. എന്നാലും ഒരു 2 തണ്ടായാലും മതി. അതിൻ്റെ ഒരു മണവും ഒക്കെ ഉണ്ട്. ഇനി ഞാനിതിലേക്ക് മല്ലിയില പക്ഷെ ഇച്ചിരി കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. ഇനി നമുക്ക് ഈ ബിരിയാണി അരി ചോറും ഇതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഈ പോട്ടിൻ്റെ അടിയിൽ ശകലം പിന്നെ നെയ്യ് ഒഴിച്ച് ഒന്ന് തൂത്തിട്ടുണ്ടേ. ചോറ് ആദ്യം അങ്ങോട്ട് വിടർത്തണം. നമുക്ക് ഇങ്ങോട്ടുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ഞാനൊരു സൈഡിലോട്ട് നിന്ന് ഞാൻ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒക്കെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. സവാള ഇട്ടു, അണ്ടിപ്പരിപ്പിട്ടു, കുറച്ച് മുന്തിരിങ്ങ ഇട്ടു. ഇങ്ങനെ നമുക്ക് അടുത്ത ലെയർ കൂടെ സെറ്റ് ചെയ്യാം. ലെയർ ഇതുപോലെ സെറ്റ് ചെയ്തു. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും സവാളയൊക്കെ കൂടെ എടുത്തു. ഇനി ശകലം ചോറും കൂടെ ഉണ്ട്. ഇതും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്യും. ഞാൻ അടുത്ത ലെയർ കൂടെ സെറ്റ് ചെയ്തു. ഇനി ഈ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഏറ്റവും മുകളിലങ്ങിടുക. അതിനുശേഷം നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി. അപ്പം നമുക്ക് ഒരു കളർ വരുമല്ലോ. അത് ഒരു ഭംഗിയ കളറില്ലെങ്കിലും സ്വാദിനൊന്നും ഒരു കുറവില്ല. എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിതങ്ങോട്ട് ഒന്ന് ചുറ്റി ഇങ്ങനെ ഒന്ന് ഒഴിക്കും. അതിന് ശേഷം ഞാനൊന്ന് ദം ചെയ്യാൻ വെക്കും. ഞാൻ ഒരു 4-5 ഈ സ്പൂണിന് 4-5 സ്പൂണ് തേങ്ങാപ്പാലും
ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചുറ്റുപാടും ഒന്ന് ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണം. എനിക്ക് പക്ഷേ ഇതിനകത്തോട് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ എനിക്ക് ആ മഞ്ഞ കളറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ അത്ര ഇതായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ എടുക്കുന്ന കണ്ടിട്ട്. അപ്പം നമുക്ക് ഇത് ചെറിയ തീയിൽ, ചെറിയ തീയാണ് വെച്ചേക്കുന്നത്, ഏറ്റവും സിമ്മിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കുകയും വേണ്ട. 10 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മൾ തുറന്നാൽ മതി. അപ്പോഴത്തേക്ക് ഫുൾ സെറ്റായിട്ടിരിക്കും. അപ്പം നമുക്ക് പിന്നെ കഴിക്കാറാകുമ്പം കഴിക്കുകയും ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. ഇതൊരു മണമെന്നറിയാം. ഞാനിത് പ്ലേറ്റോട്ടൊന്ന് വിളമ്പാം. അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതാ, പപ്പടം നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. എപ്പോഴും ചെമ്മീൻ ബിരിയാണി, എപ്പോഴും എല്ലാ ബിരിയാണിയും ടേസ്റ്റാണ്, ചെമ്മീൻ ബിരിയാണിയും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. പെൺകുട്ടി അവിടെ നോക്കിയിരിക്കുക, ഞാൻ തന്നെ തിന്നുവാണോ എന്നാണ്. അവൾക്കാണ് ആദ്യം എപ്പോൾ ആഹാരം ഉണ്ടാക്കിയാലും ആദ്യം അവളാണ് കഴിക്കുന്നത്. ഇന്ന് അവൾ നോക്കിയിരിക്കുന്നു, ഞാൻ കഴിക്കുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവൾക്ക് കൊടുക്കട്ടെ. ഓക്കെ.